ഞങ്ങളതിൽ പിന്നൊരു മസ്ലഹത്തും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പ്രശ്നങ്ങൾ കൂടിയപ്പോൾ പിന്നെ ഞങ്ങൾക്കതിൽ തുടരാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും ഈ SKSF കുറിച്ച് പറഞ്ഞ ആ വിഷയം ഇവരിലും എല്ലാവരിലുണ്ട്. ഞങ്ങൾ SKSF നേതാക്കളുമായി ചർച്ച നടത്തി, അവരുമായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു. അതിനൊക്കെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ മനസ്സിലാക്കിയൊരു പോയിന്റിൽ നിങ്ങൾ പോയി, നിങ്ങൾ APS ഓവർടേക്ക് ഞങ്ങൾ കാണുക, പിന്നെ ഞങ്ങളതിൽ നിൽക്കുമോ? ഇത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പ് SKSF ചർച്ച നടത്തി. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ആ ചർച്ച നടത്തിയപ്പോ സഹോദരങ്ങളെ അവിടെയും പിന്നെന്തായി? ഞങ്ങൾക്ക് പിന്നെ തോന്നി ഈ സംഘടന കൊണ്ട് ഇടങ്ങാറായ ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ ഈ സംഘടന എന്ന് കേൾക്കുമ്പോ തന്നെ വെറുപ്പായി. പിന്നെ അപ്പൊ അതുകൊണ്ട് അതും വേണ്ട, സ്വതന്ത്രമായി തന്നെ നിൽക്കാമെന്ന തീരുമാനത്തിൽ നമ്മൾ ഇറങ്ങി. ഹാഫിദ് ഉസ്താദിന്റെ വഴിയിൽ നമ്മൾ അവിടെ എത്തിയപ്പോ പിന്നെന്നാ ഇന്നൊന്ന് സ്വകാര്യത്ത് പോകാൻ അനുവദിക്കും. നിങ്ങൾ ആലോചിച്ചോക്ക്. അങ്ങനെ SKSF തൽക്കാലം ഔദ്യോഗികമായിട്ട് പോണ്ടാ തീരുമാനിച്ച് നമ്മളുടെ എല്ലാ പൊതുജീവിതവും അവസാനിപ്പിച്ചു എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ സ്വകാര്യമായ ജീവിതത്തിൽ ഒതുങ്ങാമെന്ന് കരുതി ഉസ്താദിന്റെ കൂടെ ഞാൻ നിന്നപ്പോൾ അപ്പണ്ട് ഇവരെല്ലാരും കൂടി വരണ്ടു. നിങ്ങൾ പറഞ്ഞിരിക്കുന്നേ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നിങ്ങൾ നാളെ മുതൽ പ്രസംഗത്തിനിറങ്ങും, അതുകൊണ്ട് നിങ്ങളോട് വരി. ഹാഫിദിന്റെ കൂടെ എന്തായാലും നിൽക്കാൻ പറ്റൂല. ഹാഫിദ് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരി, അതൊന്നും ഇവിടെ വിഷയമല്ല എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ടുപോയി. നിങ്ങളറിയണം സഹോദരങ്ങളെ. എന്നിട്ട് ഇഹ്യാ ഉസ്സുന്നയിൽ എന്നെ കൊണ്ടുപോയി. ഇഹ്യാ ഉസ്സുന്നയിൽ കൊണ്ടുപോയിട്ട് ആദ്യത്തെ ഉപദേശം എന്താ അറിയൂ? സംഘടനകളോട് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പറയാൻ പാടില്ല. നിങ്ങൾ സംഘടനയോട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പറയുമ്പോൾ. ഇത് മറ്റേ ഹുദൈബിയ സന്ധ്യയിൽ അബൂ സുഫിയാൻ നിങ്ങൾ ആലോചിക്കണം, ഇവരത്രയും വലിയ പീഡനം ഒന്നും രണ്ടുമല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറയണില്ല, ഞാൻ രണ്ടും പറയുന്നില്ല. അങ്ങനെ തീരുമാനിച്ച് ഞാനൊരു ദിവസം അപ്പോ മുതലക്കുളം സമ്മേളനം കഴിഞ്ഞ് നമ്മുടെ SKSF വേണ്ടിയുള്ള സീഡിയൊക്കെ അങ്ങനെ നടക്കുന്ന കാല. അപ്പോൾ പെട്ടെന്ന് മദീന ഹസനെ വിളിക്കുന്നു, നിങ്ങൾ പെട്ടെന്ന് ഇഹ്യാ ഉസ്സുന്നയിൽ വരണം. ഞാൻ ഇഹ്യാ ഉസ്സുന്നയിൽ ചെന്നപ്പണ്ട് ഉസ്താദുമാരെല്ലാവരും ഇരിക്കുന്നു. ഞാനാണ്, നിങ്ങൾക്കറിയാലോ, എല്ലാ നിലക്കും മാനസികമായി തകർന്ന ഒരു സന്ദർഭം. ആരുമില്ലല്ലോ, എല്ലാ രൂപത്തിലും തകർന്ന ആ ടൈമിൽ എന്നെ കൊണ്ടുപോയിട്ട് പറയാ, ഇപ്പൊ പറയണം നിങ്ങൾ ആ പ്രസംഗിച്ചതിന് മറുപടി. ഞാൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അതെങ്ങനെ നടക്കുക? അവന്റെ മദീനത്തിന് 2-3 പേപ്പർ അയച്ചിട്ടാ ഞങ്ങൾ എഴുതി തന്നതിനോട് പറഞ്ഞാൽ മതി, എന്നാ പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ആഖിറം വരെ ഞങ്ങൾ എടുത്തു കളയും. ആഖിറത്തിനപ്പുറം ആ CD ഉണ്ടല്ലോ, രണ്ടാമത് ഞാൻ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു CD, അതിന്റെ മുഴുവനും ഉത്തരവാദിത്വം മദീന ശ്രമിക്കാൻ. അയാളെ നാളെ മഹ്ശറയിൽ അത് കൊണ്ടുവരും. നിങ്ങൾ ചെയ്യിപ്പിച്ചെന്നെ ക്രൂരമായി പീഡിപ്പിച്ച് ചെയ്യിപ്പിച്ച് ഇപ്പൊ നിങ്ങൾ പറയാ അല്ലേ ഞാൻ മറുപടി പറഞ്ഞു? അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ നിങ്ങളത് പറയൂ. എന്നിട്ടെന്നെ എന്റെ സിം വരെ കട്ട് ചെയ്യിപ്പിക്കണമെന്ന് തീരുമാനമെടുത്ത് CM മർക്കസിൽ കൊണ്ടുപോയിട്ടു. അവിടെ ക്ലാസ് നടത്താൻ പാടില്ല, അനങ്ങാൻ പാടില്ല, നിസ്കരിക്കാൻ വരാൻ പാടില്ല, റൂമിൽ പൂട്ടിയിട്ടിരിക്കണം. നാട്ടിൽ വരെ പോകണമെങ്കിൽ അതിന്റെ മാനേജറോട് ചോദിക്കണം. എന്തെല്ലാം നിയമങ്ങൾ തന്നു എനിക്ക്. പ്രസംഗത്തിന് പൊതുവായി ആളുകൾ വിളിച്ചാൽ പോലും പോകാൻ പാടില്ല. ഈ മാസുമാരിരുന്ന് തീരുമാനം പാസാക്കി. അതൊക്കെയും ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു. എന്തായാലും ഒരു പ്രശ്നം തീരട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ നമ്മുടെ മുഴുവൻ വിഷയങ്ങളിലും ഇടപെട്ട് നിൽക്കാൻ പോലും അനുവദിച്ചില്ല. എന്നിട്ടാണോ ഞങ്ങൾ പിന്നെ ഇതൊന്നും പിന്നെ പറയുന്ന പോലെ ഓർക്കൂലല്ലോ. അങ്ങനെ എല്ലാ തോന്നിവാസവും ഈ രംഗത്ത് ഇവർ ചെയ്യിപ്പിച്ച് ലാസ്റ്റ് പിന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ സ്വതന്ത്രരായി. ഞങ്ങളിപ്പോ ഓലൊക്കെ വിചാരിക്കാത്ത രൂപത്തിൽ ഹക്കായ ദീൻ ആരെയും പേടിക്കാതെ പറയുന്ന ഒരു തരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു വലിയവനാണ് എന്ന ഒറ്റ ഉത്തരമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. അതൊക്കെ ഞാൻ വിശദീകരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ ഒരു സംഘടനയുണ്ടാവില്ല. ഞാൻ അത്രയും നിങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ട്. ആ പീഡനത്തിന്റെ ഫലമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം. ഇന്ന് ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ടതില്ല. ഹക്കാന്ന് ഉറപ്പിച്ചത് വിളിച്ചു പറയാം. ഒരു മാസം ഞങ്ങളെ ഭരിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും വേദനിപ്പിച്ചതിന്റെ എത്രത്തോളമെന്നറിയുമോ നിങ്ങൾക്ക്? എന്റെ വീട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ പോലും പോകാൻ പാടില്ല, പോയാൽ ഹാഫിദിന്റെ ആളുകൾ വന്ന് ബന്ധപ്പെടും എന്ന് പറഞ്ഞിരുന്ന സാഹചര്യം ആ മക്കയിലെ ഖുറൈശികൾ അന്നത്തെ സ്വഹാബികളെ ബുദ്ധിമുട്ടാക്കിയ ചരിത്രങ്ങൾ പലപ്പോഴും എന്റെ മനസ്സിലൊന്ന് ഓടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ കണ്ട പീഡനങ്ങൾ മുഴുവൻ നിങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ പറയാ അയാൾ പ്രശ്നം ഉണ്ടാക്കി പോയി. അതും നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കരുതിയിട്ടായി പറയുന്നത്. അധികാരവും സ്വാധീനമുണ്ടല്ലോ, എന്തും പറയാനവിടെ.
സഹോദരങ്ങളെ, ഞാൻ എന്റെ ഉസ്താദിന്റെ വാക്ക് ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്റെ ഉസ്താദ് അവസാനം എന്നോട് പറഞ്ഞത്, മോനെ, ഞാൻ ഒരുപാട് ശ്രമിച്ചു, ഈ കുട്ടികൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. എന്നോട് പറഞ്ഞതാണ്, എന്റെ റബ്ബിന് സാക്ഷിയാണ്, ഞാൻ ആഖിറത്തിലും ഇത് പറയും. മോനെ, ഈ കുട്ടികൾ ഞങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ മോന് ഇനി എങ്ങനെയാണോ ദീന് പറയാൻ പറ്റിയ ആ രൂപത്തിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് കൈമലർത്തിയപ്പോ ഉസ്താദ് ബറക്കത്തിന് 1000 രൂപയും കീസയിലിട്ട് വന്നിട്ടാണോ നിങ്ങൾ ആദർശ മുന്നേറ്റത്തിലേക്ക് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്, കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ ഇന്ന് ഞങ്ങൾ പറയുന്നു, സുലൈമാൻ ഉസ്താദ് എവിടെയുണ്ടോ അവിടെയാണ് ഞങ്ങളുള്ളത്. ഒറ്റ ഉദാഹരണം കേട്ടോളൂ. സുലൈമാൻ ഉസ്താദിന്റെ പ്രസംഗം, ഉസ്താദ് വഹാബികളോടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അവരെ കൂടെ ഇരുന്നാൽ സോപ്പിട്ട് കഴുകണം എന്ന്. പക്ഷെ അവിടെ ഞാൻ ഒന്നുകൂടി പറയട്ടോ, എത്ര തെറികൾ ഞാൻ ചില 1-2 കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഞാൻ ഇപ്പോ SKSF-നോട് ചർച്ച നടത്തിയല്ലോ. പക്ഷെ ഇന്ന് വരെ ഒരു SKSF-ന്റെ പ്രവർത്തകനും ഞാൻ അന്ന് ആ സമ്മേളനത്തിൽ വരാത്തതിന്റെ പേരിൽ ഒരു വാക്കുപോലും എന്നെ തെറി പറഞ്ഞിട്ടില്ല, ഒരു വാക്കും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അതിന്റെ സാഹചര്യം അറിയാം. ആ സാഹചര്യം മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊണ്ടു. പക്ഷേ ഈ കൗമ് പറഞ്ഞ തെറിക്കതിരുണ്ടോ സഹോദരങ്ങളെ? എന്താണ് ഇവരെ മാനവികത? ഞാൻ കാണിക്കാൻ പോവുകയാണിത്. ഏതായാലും ആവട്ടെ, സുലൈമാൻ ഉസ്താദ് പറയട്ടെ. ബാക്കി വിഷയങ്ങളിലേക്ക് ഞാൻ